ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രൈഡ് ടു ബി ഷൂട്ടിൻ്റെ ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ കൊച്ചിയിലെ വൈപ്പിനിലാണ്. അപ്പോൾ ഏർലി മോർണിംഗിലായിരുന്നു നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വൈപ്പിനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അവർലി ബേസിസിലാണ് പേയ്മെൻറ്റ്. ഓരോ ഐറ്റത്തിനും ഓരോ എമൗണ്ടുമാണ് കേട്ടോ. കാരണം ഒരുപാട് ഷൂട്ട് നടക്കുന്ന സ്ഥലമാണിത്. പ്രീ വെഡ് ആണെങ്കിലും പോസ്റ്റ് വെഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചി കഴിഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത്. കാരണം ഇവിടെ നമുക്കൊരു ബീച്ച് ബാക്ക്ഗ്രൗണ്ടിലും ആ പൈൻ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ഒരു ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലും നമുക്കൊരു ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ 3 ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വൈപ്പിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിതേ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മുടെ ബ്രൈഡ് ടു ബിയിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ നോർമലി എല്ലാവരും എന്താണ് ഈ ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ ഗ്രൂം ടു ബി എന്നുള്ള ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി എന്ന് പറയുന്നത് ഒരു ബാനർ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി കൊടുത്തിട്ട് ഭർത്താവ് ടു ബി ഭാര്യ ടു ബി നമ്മളത് പ്രിൻറ്റ് ചെയ്ത് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ കുറച്ചൊന്ന് സെറ്റായത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. കാരണം വീക്ക് ഡേയ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ കുറേ പേര് ഇങ്ങനെ റിജക്റ്റ് ചെയ്തു കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്യാമറമാൻ പോയി ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം നടന്നു പോയപ്പോൾ ഒരു കോളേജിലെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വന്ന് നമ്മുടെ ഷൂട്ടിന് വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ആ ബ്രൈഡ് ടു ബി ഷൂട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും അട്രാക്ട് ചെയ്ത ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്ന ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അവർ 2 ഫോട്ടോസിനെ നിന്നുള്ളൂ, അവർക്ക് സമയവും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് താണ്ട് നമ്മുടെ ക്യാമറമാൻ പോയി ചോദിച്ചിട്ട് ഇങ്ങനെ കിട്ടാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വരികയാണ് കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. ഇതാണ് നമ്മുടെ വാനരപ്പടകൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവർ വന്ന് നമുക്ക് അടിപൊളിയായിട്ട് കുറേ എടുക്കാൻ പറ്റില്ല, 2-3 ഫോട്ടോസേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ആരെ നമ്പറൊന്നും എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റിയില്ല, കാരണം പെട്ടെന്ന് വന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പൊ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, ഇവരിൽ ആരെങ്കിലും. കാരണം പിന്നീട് അവരെ കാണാനല്ല ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു ഷെയർ ചെയ്യണം എന്ന്. പക്ഷേ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ആരെ സേവ് ചെയ്തത് അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല, വാങ്ങിച്ചതായിട്ടൊരു ഇതും ഇല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ അടിപൊളി പിള്ളേരായിരുന്നു, അടിപൊളിയായിട്ട് അവർ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ ഫോട്ടോസ് വേണമായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു, കിട്ടിയ ഫോട്ടോസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേണ്ട നമ്മൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിംഗിളായിട്ട് നമ്മുടെ കപ്പിൾ ഫോട്ടോസ് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ട് നമ്മുടെ. അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അതേ നമ്മുടെ കയ്യിലിരുന്ന ആ ഒരു ബിയറാണിത്. ബിയറല്ല, ആക്ച്വലി ഇത് പെപ്സി ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. അടുത്ത ഷൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഈ ബ്രൈഡ് ടു ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കേക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു കപ്പയും മീൻകറിയും. പക്ഷേ മീൻകറി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഡബിൾ ഹൗസിൻ്റെ അടിപൊളി അച്ചാർ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസ് എടുത്തത്. അപ്പം നിങ്ങൾ മേ ബി എൻ്റെ ഷോർട്സിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ 2 ഷോർട്സായിട്ട് ഈ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ കപ്പയും മീൻകറിയും വെച്ചിട്ടുള്ള ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോട്ടോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ 2 ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഇതാണ്ട് നമ്മുടെ എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ വാഴയിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് മീൻസ്
എൻ്റെ ഹോസ്റ്റലിന് താഴെ ഒരു എന്താണ് ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ പറിച്ചിട്ട് വന്നു. അപ്പം ക്യാമറമാനാണ് നമുക്ക് കപ്പ കൊണ്ടു തന്നു. ഇതേ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. മോർണിംഗ് തുടങ്ങിയതാണ്, ഉച്ച വരെ ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ടാറ്റാ ബൈ ബൈ.